ലഹരി പരിശോധനയ്ക്കിടെ പോലീസിനെ ആക്രമിച്ച കേസിൽ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിന്റെ സഹോദരൻ പി കെ ബുജേറിന്റെ ജാമ്യ ഹർജിയിൽ കോഴിക്കോട് ജില്ലാ കോടതി ഇന്ന് വിധി പറയും. കുന്നമംഗലം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യ ഹർജി തള്ളിയതിന് പിന്നാലെയാണ് പി കെ ബുജേർ കോഴിക്കോട് ജില്ലാ കോടതിയെ സമീപിച്ചത്. 2 ആഴ്ച മുമ്പാണ് ബുജേർ കോഴിക്കോട് ചൂലാംവയലിൽ വെച്ച് പോലീസിനെ ആക്രമിച്ചത്. ഈ മാസം 2-ാം തീയതിയാണ് കോഴിക്കോട് ചൂലാംവയലിൽ വെച്ച് ലഹരി മരുന്ന് പരിശോധനയ്ക്കിടെ പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച സംഭവത്തിൽ യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസിന്റെ സഹോദരൻ പി കെ ബുജേർ പിടിയിലാവുന്നത്. ബുജേറിന്റെ വാഹന പരിശോധനയ്ക്കിടെയാണ് ആക്രമണം ഉണ്ടായത്. പരിശോധന നടത്തിയ CPO അജീഷിനെ മുഖത്തടിക്കുകയും നെഞ്ചിൽ ചവിട്ടുകയും ആയിരുന്നു. ചൂലാംവയൽ സ്വദേശിയും നർക്കോട്ടിക്സ് കേസിലെ പ്രതിയായ റിയാസിന്റെ കുറ്റസമ്മത മൊഴിയിൽ നിന്നും യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസിന്റെ സഹോദരനിലേക്ക് അന്വേഷണം എത്തുന്നത്. വാഹന പരിശോധനയിടയിൽ കണ്ടെടുത്ത ഫോണിന്റെ ലോക്ക് തുറക്കാൻ പ്രതി സമ്മതിക്കുന്നില്ല. അന്വേഷണവുമായി പ്രതി സഹകരിക്കുന്നില്ലെന്ന് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് കുന്നമംഗലം കോടതി നേരത്തെ ജാമ്യം നിഷേധിച്ചത്. ലഹരി മരുന്ന് പരിശോധനയ്ക്കിടെ പോലീസിനെ ആക്രമിച്ച പ്രതിക്ക് ജാമ്യം നൽകുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു. കൈരളി ന്യൂസ്, കോഴിക്കോട്.